പോലീസിനെതിരെ പരാതി പറയുകയാണ് കോഴിക്കോട് ഭർത്താവ് ആക്രമിച്ചു കൊന്ന ഷിബിലയുടെ കുടുംബം. കഴിഞ്ഞ മാസം 28-ന് പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തിരുന്നില്ല എന്നാണ് ഷിബിലയുടെ പിതാവ് പറയുന്നത്. നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് മോൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. പിന്നെ ഒരു കാര്യങ്ങൾ ഞങ്ങളോട് ഇതുവരെ അവൾ തുറന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റാത്തൊരവസരമാണല്ലോ അത്. അതുകൊണ്ടാണ് അവൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അങ്ങനെ ഇപ്പോൾ 2 വർഷമായി ഞങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അവനും വരും പോവും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും വരികയും എല്ലാ ഇതിൽ നിന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഇതിൻ്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടിയോടുകൂടി ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ ഓന് പോലീസുകാരോട് വരെ ഭയങ്കര ശക്തമായിട്ട് എതിർത്തുങ്ങാനാണ് വർത്തമാനം പറഞ്ഞത്. അങ്ങനെ പിന്നെ ഓൻ്റെ വാപ്പനോടും ഏട്ടനോടും പറഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞ് അവർ 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുതരുമെന്ന്. ആ സാധനങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി ഒരു കറക്റ്റായിട്ട് എടുത്തിന് അന്ന് എൻ്റെ മോളെ പെട്ട് ജീവനോടുണ്ടാവുമായിരുന്നു. പോലീസ് നടപടിയെടുത്തില്ല എന്ന വിഷമമാണ് ഈ മാതാപിതാക്കൾ പങ്കുവയ്ക്കുന്നത്. പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ പോലീസ് കർശനമായി ഇടപെടേണ്ട സമയത്ത് ഇടപെടും. ഇപ്പൊ ചെന്താമരയുടെ കേസിൽ അന്ന് പോലീസിൽ ചെന്താമരയ്ക്കെതിരെ പരാതി വന്നു. ചെന്താമരയെ വിളിപ്പിക്കുന്നു, എന്നിട്ട് ഇനി അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള ഉപദേശം കൊടുത്തു വിടുന്നു. ചെന്താമര ഇവിടെ വന്ന് 2 പേരെ കൊല്ലുന്നു. ഇതാണ് സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ ഇതൊരു കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ കൂടി, കാര്യം ഭാര്യയും ഭർത്താവുമാണ് എന്ന നിലയിൽ കൂടി ഒരു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം കാണിച്ചിരിക്കാം എന്ന് സ്വാഭാവികമായി അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ഉള്ളത്. ഇംതിയാസ്, ഈ യാസിർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ക്രിമിനലാണ് എന്ന് മാത്രമല്ല ഒരു സൈക്കോയാണ് എന്ന് വ്യക്തമാക്കുന്ന മൊഴികളും വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. ഈ മാതാപിതാക്കൾക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവർക്ക് ഈ ഒരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു, മകൾ എത്രമാത്രം രൂക്ഷമായ നിലയിലാണ് ഈ പ്രശ്നം എന്നിവരെ ബോധ്യപ്പെടുത്തിയിരുന്നു? അഭിലാഷ് മോഹനൻ, രാജീവ് ദേവരാജ്. അതായത് നമ്മൾ ഒരുപാട് ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ ഇയാൾ യാസിർ ലഹരിക്കടിമയാണെന്നൊക്കെ പറയുന്ന സമയത്തും ഇത്തരത്തിൽ അതായത് ഈ ഷിബിലയുടെ മാതാപിതാക്കളുടെ പ്രതികരണം ആയിരുന്നു നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്. ആ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ അവരത് തുറന്നു പറഞ്ഞു. അതായത് ഈ 4 വർഷം മുൻപാണ് ഷിബിലയുടെയും അതുപോലെ തന്നെ യാസിറിൻ്റെയും വിവാഹം കഴിയുന്നത്. അങ്ങനെ ആ വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഷിബിലയുടെ നിക്കാഹ് മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഉറപ്പിച്ചെങ്കിലും അവരുമായിട്ട് ഷിബില എവിടെ പോയാലും അവിടെ വന്ന് ഞാൻ കൊല്ലുമെന്ന് യാസിർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഷിബിലയെ എന്നാണ് ഈ മാതാപിതാക്കൾ ഗുരുതരമായി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആ ഭീഷണിക്ക് വഴങ്ങിയാണ് കോടതിയിൽ പോയിട്ട് പോലും യാസിറിനൊപ്പം ജീവിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നു. അത് നേരത്തെ ബന്ധുക്കളും അങ്ങനെ തന്നെ സൂചിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന കാര്യം, ഇങ്ങനെ 4 വർഷമായിട്ട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും, അതായത് ഈ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. മാതാപിതാക്കളായ അബ്ദുൾ റഹ്മാനോടും അതുപോലെ തന്നെ ഹസീനയോടും പറഞ്ഞിരുന്നില്ല. ഈ അടുത്തായിട്ട്, അതായത് ഈ പ്രശ്നം വളരെ രൂക്ഷമായപ്പോൾ ആണ് ഈ മാതാപിതാക്കളോട് ഇക്കാര്യം പറയുന്നൊരു സാഹചര്യം എത്തിയത്. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം കേട്ടറിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ മാസം 28-ന് താമരശ്ശേരി പോലീസിൽ ഇവർ എല്ലാ വിഷയങ്ങളും എഴുതിക്കൊണ്ട് ഒരു പരാതിയും കൊടുത്തത്. അതിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖിന്റെ സുഹൃത്താണ് ഈ യാസിർ എന്ന് പോലീസിനോട്, അതായത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന PROയോട് ഇവരുടെ ബന്ധുവായിട്ടുള്ള മജീദ് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു നടപടി എടുക്കുന്നതിലേക്ക് ഇവരെത്തിയില്ല, പോലീസ് പോയില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായിട്ട് കുടുംബ വഴക്കിനെ തുടർന്നുള്ള നിരവധി പരാതികൾ എത്താറുണ്ട്. പക്ഷേ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു പെട്ടെന്നൊരു നടപടി എടുക്കുക എന്നുള്ളത് ഇവർക്ക് സാധ്യമല്ല. പക്ഷേ ഇവർ 2 പേരെയും ഒന്ന് വിളിച്ചിരുത്തി ഈ കാര്യം പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ബന്ധു ഇതിനെക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കാം. ഈ സംഭവം നടക്കുന്നത് വരെയും പോലീസ് ഈ പ്രദേശം സന്ദർശിക്കുകയോ വീട്ടുകാരോട് വന്ന് കാര്യം ചോദിക്കുകയോ കൂട്ടരെ ഒന്ന് വിളിച്ചിരുത്തുന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നും നടന്നില്ല എന്നുള്ളതാണ്. ആ നിലപാടാണ് ഇത് കൊലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം എന്നെ
അപ്പോൾ അങ്ങനെ ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന് നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഒരു ഗൗരവം എടുക്കായ പോലീസിൻ്റെ ഭാഗത്ത് വന്ന് സാധാരണ ഒരു പെറ്റീഷൻ്റെ മുകളിൽ വന്ന് വീട്ടിൽ നിന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരവസ്ഥ പണ്ടൊക്കെ നമ്മുടെ പെറ്റീഷൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇത് വാങ്ങി വെച്ചിട്ട് സൗകര്യപ്രദമായ സമയത്തൊന്ന് വിളിക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു മൂവ്മെൻറ്റും ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ അകത്ത് പോലീസ് സ്വീകരിക്കാത്തൊരു സമീപനം കണ്ടുവരുന്നുണ്ട്. ഇതാണ് രണ്ടുപേരെയും കൂട്ടിയിരുത്തി സംസാരിക്കുക എന്നത് മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് ഇതിനൊരു കുടുംബ പ്രശ്നമായിട്ടാണ് കണ്ടത്. അല്ല അഭിലാഷ്, അതിനപ്പുറം ഒരു ഉമ്മയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയുടെ ഉറ്റ സുഹൃത്താണ് ഇയാൾ എന്ന പ്രശ്നം അടക്കം പോലീസിന് ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് നടപടി എടുത്തില്ല എന്നുള്ളതാണ്. ഒരു കുടുംബ പ്രശ്നത്തിനപ്പുറം ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്നുള്ളത് പോലീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി എടുത്തില്ല എന്നുള്ളതാണ്. ഇംതിയാസ്, ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസ് എന്തെങ്കിലും മറുപടി വീണ്ടും പറയുന്നുണ്ടോ? ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതിനെ കുറിച്ച് പോലീസ് എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? പോലീസ് ഇതിൽ ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള മറുപടിയോ ഒന്നും നടപടികളിലേക്കോ പോയിട്ടില്ല. അതായത് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് പോലീസിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നമ്മൾ ആ പ്രതികരണം ചോദിച്ചിരുന്നു പോലീസിൽ, പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം അവർ നടത്തിയിട്ടില്ല എന്നതാണ് കാര്യം. നമ്മളിപ്പോൾ കേട്ടത് ഇവരുടെ ബന്ധുവായിട്ടുള്ള അബ്ദുൽ മജീദ് പറയുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം, ഈ കൃത്യം നടത്തുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഈ യാസിർ ആ വീട്ടിൽ വന്നിരുന്നു. യാസിർ ആ വീട്ടിൽ വന്ന സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചതിൻ്റെ മണമുണ്ടായിരുന്നു, സ്മെല്ലുണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖിൻ്റെ സുഹൃത്താണ് യാസിർ എന്ന് അറിയുന്ന ഘട്ടത്തിലാണ് ഷിബിലയുടെ ഭയം കൂടുന്നത്, വളരെയധികം പേടിച്ചു പോകുന്നത്. അങ്ങനെ പേടിക്കുന്ന ഘട്ടത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ഈ മാതാപിതാക്കളോടും ഇവരുടെ സുഹൃത്തുക്കളോടുമൊക്കെ ഷിബില പറയുന്നതും. അങ്ങനെ ഈ 2 ദിവസം കഴിഞ്ഞ ഉടനെ അതായത് ഈ 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഇവർക്ക്. ഈ കുഞ്ഞിൻ്റെ ജന്മദിനമായിരുന്നു. ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഒരു കേക്ക് മുറിച്ച് ചെറിയൊരു ആഘോഷമൊക്കെ നടത്തി. അങ്ങനെ ഈ ആഘോഷം നടത്തിയത് യാസിറിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് യാസിറിനോട് ഇക്കാര്യം പറഞ്ഞില്ല എന്നാണ് യാസിറിൻ്റെ പ്രശ്നം. അങ്ങനെ ആ ദേഷ്യം വെച്ചുകൊണ്ടാണ് യാസിർ ഇവരുടെ ഈ ഷിബിലയുടെ കുഞ്ഞിൻ്റെയും വസ്ത്രങ്ങളെല്ലാം പുറത്തേക്കിട്ട് അത് കൂട്ടിയിട്ട് കത്തിച്ചത് എന്നും ഇവരുടെ മാതാവായിട്ടുള്ള ഹസീന ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെയും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നേരത്തെ താമരശ്ശേരി ചുരത്തിൽ ഇവരുടെ സുഹൃത്തുക്കളൊക്കെ കൂടിക്കൊണ്ട് ഒരു തട്ടുകട നടത്തിയിരുന്നു. കുറേ കാലം ആ തട്ടുകട നടത്തി. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഈ തട്ടുകടയുടെ മറവിൽ ഇവർക്ക് ലഹരി വിൽപ്പന ഉണ്ടായിരുന്നു, ലഹരി വിൽപ്പന സജീവമായിരുന്നു എന്നാണ്. പിന്നീട് അടിവാരം കേന്ദ്രീകരിച്ച് ഒരു ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കാനൊക്കെ ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം മൂലമാണ് പിന്നീട് അത് അടച്ചു പൂട്ടേണ്ടി വന്നത്. പിന്നീട് നമ്മൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, പിന്നീട് എന്തായിരുന്നു ഈ യാസിർ ചെയ്തു പോന്നിരുന്ന ജോലി? അതിന് ഈ പിതാവായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ജോലിക്ക് ഇയാൾ പോയിരുന്നില്ല. പെയിന്റിംഗ് ജോലിക്ക് പോയിരുന്നു, അങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോയിരുന്നില്ല. രാത്രി 2 മണിക്ക് 3 മണി പോയിരുന്നില്ല. രാത്രിയിൽ ലഹരി കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ താമരശ്ശേരിയും അതുപോലെ തന്നെ വയനാട് ചുരവും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ മയക്കുമരുന്ന് പ്രവർത്തനങ്ങളുടെ ഒരു ഇര എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇവിടെ ഷിബിലെ. താമരശ്ശേരി ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് കേട്ടില്ലേ, താമരശ്ശേരി പ്രദേശം അല്ലെങ്കിൽ ആ പരിസരം ഈ മയക്കുമരുന്ന് ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ള ഒരു ആശങ്ക. കർണാടകയോടുള്ള സാമീപ്യം തുടങ്ങിയ പല ഘടകങ്ങൾ അതിനകത്തുണ്ടായേക്കാം. വളരെ ശക്തമായ കർശനമായ നടപടി ആവശ്യമുള്ള കാര്യമായി ഇത് വരികയുമാണ്.